ഹായ്, ഷമി ഹിയർ. നമ്മൾ കഴിഞ്ഞ സീരീസിൽ ഡിസ്കസ് ചെയ്തത് ഒരു വീടിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് പർച്ചേസിനെ കുറിച്ചാണ്. നമ്മൾ വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ബഡ്ജറ്റ്, രണ്ട് ലാൻഡ് പല രീതിയിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് തലമുറയായി കൈമാറി വരുന്ന ലാൻഡ്. രണ്ട്, സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ബ്രോക്കർമാർ വഴിയോ നമ്മളെ കൈവശം വന്ന് ചേരുന്ന ലാൻഡ്. ഏത് തന്നെ ആവട്ടെ, ഒരു ലാൻഡ് ചൂസ് ചെയ്യും മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കതിനെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, എൻജിനീയറിംഗ് ആസ്പെക്ട്സ്. രണ്ട്, നമ്മുടെ ബിൽഡിംഗ് റൂൾസ്. എൻജിനീയറിംഗ് ആസ്പെക്ട്സിനെ കുറിച്ച് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോയിൽ കണ്ടീഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. മണ്ണ് ഏത് രീതിയിലുള്ള മണ്ണാണ്, ലൂസ് മണ്ണാണോ ഹാർഡ് മണ്ണാണോ, ഇനി തീരെ ലൂസ് അല്ലെങ്കിൽ ക്ലേ മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പൈലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ. ഇപ്പോൾ പൈലിങ്ങിൻ്റെ ആവശ്യം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് പൈലിങ്ങിന് തന്നെ നമുക്ക് വിനിയോഗിക്കേണ്ടതായിട്ട് വരും. പൈലിങ്ങിൻ്റെ ആവശ്യമില്ലാത്തൊരു ലാൻഡാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് വീണ്ടും കുറയ്ക്കാൻ പറ്റും. നമുക്ക് സാധാരണ രീതിയിലുള്ള ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു എൻജിനീയറിനെ കൺസൾട്ട് ചെയ്ത് വേണം ഈ ലാൻഡ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ പൈലിങ്ങിൻ്റെ ആവശ്യം. രണ്ട്, ടെറൈൻ കണ്ടീഷൻ. സ്ലോപ്പായിട്ടുള്ള ഒരു ലാൻഡാണോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ മണ്ണൊക്കെ ഇടിച്ച് നിരത്തിയ പ്ലോട്ടായിരിക്കും. സൈഡിൽ റീറ്റെയിൻ വാളിൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടി വരും. അങ്ങനെ റീറ്റെയിൻ വാൾ കൺസ്ട്രക്ഷൻ വേണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ലൊരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇങ്ങനെ കൺസൾട്ട് ചെയ്ത ശേഷം ഒരു ലാൻഡ് പർച്ചേസ് ചെയ്താൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഫാക്റ്റാണ് ബിൽഡിംഗ് റൂൾസ്. കേരളത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് KPBR അല്ലെങ്കിൽ KMBR ബിൽഡിംഗ് റൂൾസാണ് ഫോളോ ചെയ്ത് വരുന്നത്. നമ്മളെ കേരള സർക്കാർ തന്നെ നമ്മൾ അവൈലബിൾ ലാൻഡിനെ പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗ്രീൻ സ്ട്രിപ്പ് സോൺ എന്ന രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഹെറിറ്റേജ് സോൺ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എനിക്ക് ഹെറിറ്റേജ് സോൺ കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും. ബിക്കോസ് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം വരുന്ന ഏരിയ തുടങ്ങിയ കുറേ ഏരിയാസ് എല്ലാം ഹെറിറ്റേജ് സോൺ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഈ ഏരിയയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരും. സ്ലോപ്പ് പ്രൂഫ് ആയിരിക്കണം. പിന്നെ തടിയുടെ ടെക്സ്ചർ വരണം. അതിൽ ഈ പറയുന്ന വൈറ്റ് ആയിരിക്കണം പെയിൻറ്റ് വരേണ്ടത്. വാട്ടർ ടാങ്ക്സ് വെളിയിലേക്ക് എക്സ്പോസ് ചെയ്ത് കാണാൻ പാടില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വീടിൻ്റെ ഒരു സങ്കല്പവും ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ്റെ ആയിട്ടുള്ള മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാൻഡ് അവോയ്ഡ് ചെയ്യാം. പകരം വേറെ ലാൻഡ് ചൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ ലാൻഡ് ആണോ വെറ്റ് ലാൻഡ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വെറ്റ് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇനി കൺവേർഷൻ ചെയ്യണം. ഈ നിലം പുരയിടം എന്നൊക്കെ പറയുന്നില്ലേ, അത് കൺവേർഷൻ ചെയ്തെടുക്കണം. കൺവേർഷൻ ചെയ്താലും സെറ്റ് ഓഫ് ഏരിയാസിന് വലിയ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മേലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫീസ് അടച്ചിട്ട് വേണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊരു അഡീഷണൽ ഒരു എക്സ്പെൻസ് ആയിട്ട് വരും അതിനകത്ത്. പിന്നെ അടുത്ത്, റോഡ് വൈഡനിങ് ഉള്ള ഏരിയ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മളെ മാസ്റ്റർ പ്ലാൻ ചെക്ക് ചെയ്തിട്ട് ഈ പീസ് ഓഫ് ലാൻഡിൽ റോഡ് വൈഡനിങ് ആപ്ലിക്കബിൾ ആണോ, അങ്ങനെയാണെങ്കിൽ എത്ര ഏരിയ വിട്ടിട്ടേ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് ഒരു നാരോ വിട്ടുള്ള പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ റോഡ് വൈഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേറൊരു ഏരിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചൊരു വീട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു പ്ലോട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് നമുക്ക് തിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സമ്മറൈസ് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ ബഡ്ജറ്റിനും ഇപ്പോൾ ഒരു പ്രിഫേർഡ് ലൊക്കേഷൻ ലാൻഡ് കിട്ടിയാൽ അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വാളിഫൈഡ് എഞ്ചിനീയറെ കൊണ്ട് ആ ലാൻഡ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യിപ്പിക്കുക. അത് കൺസ്ട്രക്ഷൻ ടെക്നിക്കലി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, എന്തൊക്കെ ഹേർഡിൽസ് വരും ഇല്ലേ ക്രോസ് വെരിഫൈ ചെയ്യുക. രണ്ട്, ഈ പറയുന്ന ലാൻഡ് കേരള ബിൽഡിംഗ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും, നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഈ രണ്ട് സർവീസസിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജാക്ക് കൺസ്ട്രക്ഷനെ സമീപിക്കാം.
ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കുന്നതായിരിക്കും. സോ താങ്ക് യു. സൈനിങ് ഓഫ് ഷമി ശങ്കർ ഫ്രം ജാക്ക് കൺസ്ട്രക്ഷൻ.